ഈ മുത്തച്ഛനെ കാണുന്നതിന് മുമ്പ് ആരോടെങ്കിലും ഒരു ഇഷ്ടം തോന്നുകയോ ഇപ്പൊ അയാളുടെ മക്കളെയോ മറ്റോ വഴിയിൽ വെച്ച് കാണുകയോ എനിക്ക് പിറക്കാതെ പോയി ഉണ്ണിയെന്ന് വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും? എടാ, അയ്യോ, ഇവിടെ ഒരു വടിയോ കല്ലോ ഒന്നും കിട്ടാനില്ലല്ലോ. ഇവന്റെ തല പൊട്ടിക്കാൻ. എങ്ങോട്ടാ മുത്തശ്ശി എന്ന് എത്ര തവണ ഞാൻ ചോദിച്ചു. ക്ഷേത്രത്തിലേക്കാണോന്ന് ചോദിച്ചപ്പോ അല്ലാന്നല്ലേ പറഞ്ഞേ? അല്ലാതെ ഈ വയസ്സാം കാലത്ത് ഞാൻ നിങ്ങളെയും കൊണ്ട് എങ്ങോട്ട് പോവാനാടി? ടൂറിനോ? അതോ ആ വീഡിയോയിൽ കാണുന്നത് പോലെ ആകാശത്തുനിന്ന് താഴേക്ക് ചാടാനോ? ആഹാ, അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ മുത്തശ്ശിക്ക്? ആ, ഈ ചോദ്യേ ഒരു 10-40 കൊല്ലം മുമ്പ് നീ ചോദിക്കണമായിരുന്നു. എങ്കിലും ഞാനത് കാണിച്ചു തരാമായിരുന്നു. വാ മുത്തശ്ശി, നമുക്ക് അകത്തേക്ക് പോവാം. വരട്ടെ, എല്ലാവരും വന്നിട്ട് ഒന്നിച്ചു പോവാം. എല്ലാരും? വേറെ ആരാ? ഇനി വേറെ ആരെങ്കിലും വരാനുണ്ടോ? ആ, എനിക്ക് വേണ്ടപ്പെട്ട ചില ആളുകൾ കൂടി വരാനുണ്ട്. വരാനോ? അതാരാ മുത്തശ്ശി? ഞങ്ങൾ അറിയാതെ മുത്തശ്ശിക്ക് വേണ്ടപ്പെട്ട ഒരാള്. അതൊക്കെ നിങ്ങൾ വരുമ്പോ കണ്ടാ മതി. മുത്തശ്ശി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തുവാടാ? അത് ഈ സിനിമയിലും നോവലിലും ഒക്കെ കണ്ടിട്ടുള്ള പരിചയം വെച്ച് ചോദിക്കുക. ഈ വയസ്സാം കാലത്ത് കുരുത്തക്കേട് വല്ലതും ആണോ? കുരുത്തക്കേടോ? അല്ല, ഈ മുത്തച്ഛനെ കാണുന്നതിന് മുമ്പ് ആരോടെങ്കിലും ഒരു ഇഷ്ടം തോന്നുകയോ ഇപ്പൊ അയാളുടെ മക്കളെയോ മറ്റോ വഴിയിൽ വെച്ച് കാണുകയോ എനിക്ക് പിറക്കാതെ പോയി ഉണ്ണിയെന്ന് വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും? എടാ, ഇവിടെ ഒരു വടിയോ കല്ലോ ഒന്നും കിട്ടാനില്ലല്ലോ. ഇവന്റെ തല പൊട്ടിക്കാൻ. മുത്തശ്ശിയോട് ചോദിക്കുന്ന ചോദ്യം കേട്ടോ ഇവൻ. എന്തായാലും ഇത് മോശമായിപ്പോ വരും. മുത്തശ്ശിയുടെ പെരുമാറ്റം കണ്ടല്ലോ അറിഞ്ഞൂടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുത്തശ്ശി നേരിട്ടങ്ങ് പറയില്ലേ, അല്ലേ മുത്തശ്ശി? അയ്യടി, അവൻ പറഞ്ഞതിലും ഗംഭീരമായി നിന്റെ പറച്ചില്. ആ, എന്നെ കാണാൻ വരുന്നവരെ ഇപ്പൊ എത്തും. എന്നിട്ട് എന്ത് കഥയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാ ഉണ്ടാക്കിക്കോ. ഇവരാ എന്നെ കാണാൻ വരുന്നവര്. ഇവരെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ മുത്തശ്ശി? ഓ, ഇവരുടെ ഓരോ കുസൃതികള്. വേറെന്താ പറയേ? ഒന്നുമില്ലേട്ടാ, രാവിലെ മുതൽ സസ്പെൻസ് കളിക്കുക. ഒന്നിച്ചിറങ്ങണമെന്ന് പറഞ്ഞു, എവിടേക്കാണെന്ന് പറഞ്ഞില്ല. ഇവിടെ വന്നപ്പോ ആരോ ബന്ധുക്കൾ വരാനുണ്ടെന്ന് പറഞ്ഞു. ആരാണെന്ന് ചോദിച്ചിട്ട് മിണ്ടുന്നുമില്ല, അത്ര തന്നെ. അതെ, കടവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും രണ്ടുപേരുടെയും കുടുംബജീവിതം ഇപ്പൊ സൗഖ്യമാണല്ലോ. നിങ്ങളെ രണ്ടു കൂട്ടരെയും കൊണ്ട് നടയിലെത്താമെന്ന് ഞാൻ വാക്കു പറഞ്ഞിരുന്നു. അതിനാ വരാൻ പറഞ്ഞത്. ഏട്ടത്തി ഏട്ടനുമായിട്ട് സത്യസന്ധതയോടെ ഇങ്ങനെയൊക്കെ പോകുന്നത് കുറെ കാലത്തിന് ശേഷമാ. വരുൺ, എന്നെക്കുറിച്ച് എപ്പോഴും സൂര്യയോട് ചോദിക്കണം. സൂര്യക്കൊരു ചെറിയ പരാതി ഉണ്ടോന്ന്. ഉണ്ടാകില്ലെന്നാ എന്റെ വിശ്വാസം. പിന്നെ എല്ലാം ദൈവം തീരുമാനിക്കട്ടെ, അല്ലേ മുത്തശ്ശി? നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം മോളെ. അതിന് വേറെ ആരുടെയും കൂട്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ, വാ. മക്കളെ, എല്ലാ വിഷമങ്ങളും ഭഗവാന് മുമ്പിൽ വച്ചേക്ക്. ഭഗവാൻ അതിന് പരിഹാരം കണ്ടോളൂ. ഭഗവാനെ, ഉള്ളിൽ കത്തിയെരിയുന്നൊരു തീയായിട്ട് എൻ്റെ അമ്മയുണ്ട്. ചുറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കരയാതിരിക്കാൻ ശ്രമിക്കാം. എന്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കരുത്. അമ്മയെ കാത്തുരക്ഷിക്കണേ ഭഗവാനെ.
ഭഗവാനെ, കൽപ്പന മോളുടെ ഈ മാറ്റമാ ഈ അടുത്ത കാലത്ത് ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ സന്തോഷം. എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തത് രാധികയാ മുത്തശ്ശി. അവളുടെ വേദന ഒന്നും നോക്കാതെ അവൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കും. അതുകൊണ്ട് അവളുടെ ചുറ്റുമുള്ളവരെ സന്തോഷത്തിലാക്കാൻ അവൾക്ക് കഴിയും. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നടന്നത് നിസ്സാര പരീക്ഷണങ്ങളൊന്നുമല്ല. അതിനെയൊക്കെ നേരിടാൻ എന്താ മാർഗമെന്ന് ചോദിച്ച ഈ ഉത്തരങ്ങൾ തന്നെയാ. ഏട്ടനും അനിയനും ഏട്ടത്തിയും അനിയത്തിയും എപ്പോഴും ഒരുമിച്ച് തന്നെ ഉണ്ടാവണം. എന്ത് തീരുമാനം എടുക്കാനും അത് ചെയ്തു തീർക്കാനും നിങ്ങൾക്കൊന്നിച്ചു പറ്റണം കേട്ടോ. തിരുമേനി ഒന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടേ. ആ, എല്ലാവർക്കും വേണ്ടി ഒരു പ്രത്യേക പൂജ പറഞ്ഞിട്ടുണ്ട്. വാ. വാ. രണ്ടു കൂട്ടരും ഇങ്ങോട്ടിരിക്കുക.